എല്ലാവർക്കും വെബ് ഡയറിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ്റെ ഡേ 1 ആണ്. അപ്പോൾ ഡേ 1 നമ്മൾ ഒരു പ്രോബ്ലം സോൾവിങ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ലീഡ് കോഡിൽ നിന്ന് ക്രിയേറ്റ് ഹലോ വേൾഡും കൗണ്ടർ എന്ന് പറയുന്ന 2 കാര്യങ്ങളാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. പിന്നെ പ്രിപ്പയർ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ്, വാട്ട് ഈസ് പ്രോമിസ് ആൻഡ് വാട്ട് ആർ ഇറ്റ്സ് സ്റ്റേറ്റ്സ് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ നോട്ട്സ് നിങ്ങൾ എഴുതി വെക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഓൾറെഡി ഇതിൻ്റെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഡു സൈഡ് പ്രോജക്റ്റ്. അപ്പം ന്യൂസ് ആപ്പിൻ്റെ ഫസ്റ്റ് വീഡിയോ ഞാനിപ്പം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കാണുക കേട്ടോ. ഓക്കെ. അപ്പം നമ്മുടെ ഈ ഒരു സീരീസിൻ്റെ മെയിൻ ടാസ്ക് എന്ന് പറഞ്ഞാൽ പ്രോബ്ലം സോൾവിങ് സ്കിൽസ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. സോ നമുക്ക് ആദ്യം ക്രിയേറ്റ് ഹലോ വേൾഡും കൗണ്ടറും ചെയ്തു നോക്കാം. ഫസ്റ്റ് നമുക്ക് ക്രിയേറ്റ് ഹലോ വേൾഡ് ഫംഗ്ഷൻ ചെയ്യാം. ഇതൊരു ഈസി ആയിട്ടുള്ളൊരു ടാസ്ക്കാണ്. ഞാനൊരു എക്സ്പീരിയൻസ്ഡ് ഡെവലപ്പറാണ്, പക്ഷേ ഞാനിത് ചെയ്യുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ല, ഈ ഒരു ഫീൽഡിലേക്ക് കടന്നു വരാനായിട്ട് ആഗ്രഹിക്കുന്ന കുറേ പേര് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അവരുടെ എല്ലാം മെസ്സേജസ് ഞാൻ വായിക്കാറുണ്ട്. സോ അവരെയും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് നമുക്ക് ഈസി ആയിട്ടുള്ളതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് പയ്യെ മീഡിയത്തിലേക്ക് പോവാം, മീഡിയം ലെവൽ കോഡിങ്ങിലേക്ക് പോവാം. ഓക്കെ. സോ ഇവർ പറയുന്നത് ക്രിയേറ്റ് ഹലോ വേൾഡ് ഫങ്ഷൻ. അപ്പോൾ എന്താണ് പറയുന്നത്, ഒരു ഹലോ വേൾഡ് എന്നുള്ളത് കാണിക്കണം, അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ നമുക്കിത് മൊത്തത്തിൽ ഇവിടെ നിന്ന് കോപ്പി ചെയ്യാം. അതിനുശേഷം ഞാനിവിടെ കൊണ്ടിടാം. ഇതൊരു ഓൺലൈൻ എഡിറ്ററാണ്, നമ്മുടെ കോഡ് പെന്ന് പോലെയൊക്കെയുള്ള ഒരു ഓൺലൈൻ എഡിറ്ററാണ്. റെപ്ലിറ്റ് എന്നാണ് പേര്. അപ്പോൾ ഇവിടെ നമുക്ക് ഞാനിപ്പം എൻ്റെ സിസ്റ്റത്തിൽ ഒരു ഫോൾഡറൊക്കെ ക്രിയേറ്റ് ചെയ്ത് വിഷ്വൽ സ്റ്റുഡിയോ കോഡൊക്കെ ഓപ്പൺ ചെയ്ത് ചെയ്യുന്നതിനേക്കാൾ ഈ ഒരു സെഷന് വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നത് റെപ്ലിറ്റ് ഈസ് എനഫ്. ഓക്കെ. അപ്പോൾ ഇവർ പറയുന്നത് ഹലോ വേൾഡ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് കാണിക്കുക എന്നുള്ളത് മാത്രമാണ്. പക്ഷേ ഇവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എന്താണ്, ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ഹലോ വേൾഡ് എന്ന് പറയുന്നത് അവർ വിളിച്ചു കൊടുത്തിരിക്കുന്നുണ്ടോ, ഇങ്ങനെയാണ് ഇവർ ഈ ഫംഗ്ഷനെ വിളിച്ചു കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ കൺസോൾ ഡോട്ട് ലോഗ് ക്രിയേറ്റ് ഹലോ വേൾഡ് എന്ന് പറഞ്ഞ് വിളിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ എന്തായിരിക്കും കാണാൻ പറ്റുന്നത്, ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഇവിടെ നിന്ന് പോസ് ചെയ്തിട്ട് വേണം എൻ്റെ കോഡ്, ഞാൻ എഴുതുന്ന കോഡ് അതുപോലെ കാണാതെ പഠിക്കാതെ ഞാൻ പോസ് ചെയ്യാൻ പറയുമ്പോൾ പോസ് ചെയ്തിട്ട് നിങ്ങൾ കൂടി ഒന്ന് ചിന്തിച്ച് നോക്കുക, നിങ്ങളും കോഡ് എഴുതി നോക്കുക കേട്ടോ. അപ്പോൾ നമ്മളിവിടെ റൺ ചെയ്യുമ്പോൾ ഇതുണ്ട്, ഇത് റിട്ടേൺ ചെയ്യുന്നത് ഒരു ഫംഗ്ഷനെയാണ്. നമ്മൾ ക്രിയേറ്റ് ഹലോ വേൾഡ് എന്ന് പറഞ്ഞ് വിളിച്ചപ്പം ഇത് നമുക്ക് കിട്ടുന്നത് ഒരു ഫംഗ്ഷനെയാണ്. എന്തുകൊണ്ടാണ് ഇവിടെ ഈ ഒരു ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് മറ്റൊരു ഫംഗ്ഷനെയാണ് അല്ലേ. അപ്പോൾ ഈ മറ്റൊരു ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് എക്സിക്യൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് ഹലോ വേൾഡ് എന്ന് പറയുന്നത് റിട്ടേൺ ചെയ്യുന്ന ഒരു ഫംഗ്ഷനെയാണ്. ആ ഫംഗ്ഷനെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർ ഈ പറയുന്നത് പോലെ നമ്മൾ എഴുതി കൊടുക്കണം. ഓക്കെ. അതിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അതുകൊണ്ടാണ് അവർ ഇങ്ങനെ പറയുന്നത്. സോ അവർ പറയുന്നത് എന്താണ്, കോൺസ്റ്റ് എഫ് ഈസ് ഈക്വൽ ടു ക്രിയേറ്റ് ഹലോ വേൾഡ്. ഇനി നമുക്ക് എഫിനെ നമ്മൾ ഇങ്ങനെ വിളിച്ചു കൊടുക്കണം. കാരണം ഈ എഫ് എന്ന് പറയുന്നത് ഇപ്പം മറ്റൊരു ഫംഗ്ഷനാണ് അല്ലേ. സോ നമുക്കിവിടെ ഇതിനെ കൺസോൾ ചെയ്ത് വെക്കാം. കൺസോൾ ലോഗ് എഫ്. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് വീണ്ടും റിട്ടേൺ ചെയ്യാൻ പറ്റും അവർ പറയുന്നതിൻ്റെ കൂട്ട് ഹലോ വേൾഡ് റിട്ടേൺ. ഇപ്പം നമുക്ക് ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ. ഇനി ഇവിടെ നമുക്കിതിൻ്റെ റിസൾട്ട് നമുക്കൊന്ന് നോക്കാം. റിട്ടേൺ ഹലോ വേൾഡ് റൺ. ഓക്കെ. അപ്പം കേസ് 1ഉം കേസ് 2ഉം ഇവിടെ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ വി ക്യാൻ സബ്മിറ്റ്. ഓക്കെ. അപ്പോൾ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ മറ്റൊരു കാര്യം കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അതായത് എന്താണ് ഇവിടെ ഈ ആർഗ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത്. നമുക്കിവിടെ നിന്ന് കൺസോൾ ചെയ്ത് നോക്കാം. കൺസോൾ ഡോട്ട് ലോഗ് ആർഗ്സ് റൺ ചെയ്ത് നോക്കാം. സോ ഇതൊരു അരയായിട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. എന്തുകൊണ്ടാണ് നമ്മളിവിടെ ഇതിനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു ആർഗ്യുമെൻ്റ് ഇവിടെ അരയായിട്ട് കാണുന്നത്. ഞാനിപ്പം സ്പ്രെഡ് ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് അൺഡിഫൈൻഡ് ആണ്, അവിടെ നമ്മൾ വാല്യൂ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാനായിട്ട് പറ്റും, HELLO ഹലോ വേൾഡ് എന്നും പറഞ്ഞ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ
ഈ ഹലോ വേൾഡ് എന്ന് പറയുന്നത് നമുക്കിവിടെ ആർഗ്യുമെൻ്റ് ആയിട്ട് നമുക്ക് റിസീവ് ചെയ്യാനായിട്ട് പറ്റും. സോ റൺ. നമുക്കിപ്പോൾ ഇവിടെ എന്ത് കിട്ടി? ഹലോ വേൾഡ് എന്ന് പറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. രണ്ടാമത്തത് അൺഡിഫൈൻഡ് ആണ്. അതായത് നമ്മളിവിടെ കൺസോൾ ഡോട്ട് ലോഗിനകത്ത് ഫംഗ്ഷൻ ഹലോ വേൾഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, പക്ഷേ നമ്മളിവിടെ കൺസോളാണ് ചെയ്തിട്ടുള്ളത്. സോ റിട്ടേൺ ആർഗ്സ് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഹലോ വേൾഡിനെ നമുക്കിവിടെ റിസീവ് ചെയ്യാൻ പറ്റും, അതിനെ നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റും. സോ നമുക്കിവിടെ ഹലോ വേൾഡ് കിട്ടും. ഇനി മുമ്പേ ഒരു ചെയ്തതിൻ്റെ കൂട്ട് നമുക്കിവിടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ കിട്ടുന്നത്? ഹലോ വേൾഡ് ഒരു അറേക്കകത്താണ് കിട്ടുന്നത് അല്ലേ? അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റും? ആർഗ്സ് ഓഫ് 0. നമുക്കിവിടെ ഹലോ വേൾഡ് കിട്ടും. അപ്പോൾ ഇവിടെ അരയായിട്ട് കൊടുക്കുമ്പോൾ നമുക്കിവിടെ എന്താ ഗുണം എന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് ഒന്നിലധികം ഡേറ്റാസ് നമുക്ക് പാസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കിവിടെ ഹലോ വേൾഡ് കിട്ടി. ഇനിയിപ്പോൾ ഇത് 1 ആയിട്ടാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു നമ്പർ അവിടെ കിട്ടും.